പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. രക്ഷാവിജ്ഞാനിയുമാണല്ലോ നാം ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തെക്കുറിച്ചുള്ള പഠനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മരണത്തിന്റെ അർത്ഥവും സ്വഭാവവുമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു യാഗമായിരുന്നു എന്ന് നാം കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇന്ന് രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണം ഒരു പാപപരിഹാര യാഗമായിരുന്നു, പാപപരിഹാര ബലിയായിരുന്നു എന്നാണ്. പാപപരിഹാരം എന്നത് അറ്റോൺമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ പര്യാപ്തമായ ഒരു പരിഭാഷയല്ല. കാരണം ആ വാക്കിന് പാപപരിഹാരം എന്നതിനേക്കാൾ വിശാലമായ അർത്ഥമുണ്ട് എന്നുള്ളത് സത്യമാണ്. ക്രിസ്തുവിന്റെ യാഗാത്മകമായ ക്രൂശുമരണം വഴി പാപിയെ ദൈവവുമായി രമ്യപ്പെടുത്തുവാൻ ആവശ്യമായ രക്ഷാപ്രവൃത്തിയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഈ വാക്ക് ഒരു വേദശാസ്ത്ര പദമാണ്. കിങ് ജെയിംസ് ബൈബിളിൽ റോമാലേഖനം 5:11 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു വിവർത്തനങ്ങളിൽ പാപപരിഹാരം എന്നുള്ളതിന് പകരമായിട്ട് നിരപ്പ് എന്ന പദമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. സത്യവേദ പുസ്തകത്തിൽ നിരപ്പ് അല്ലെങ്കിൽ അനുരഞ്ജനം എന്നാണ് POCയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വേദശാസ്ത്രപരമായി അറ്റോൺമെന്റ് യേശുക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിയെക്കുറിച്ചുള്ള പഠനമാണ്. ഈ പഠനത്തിന്റെ പരിധിയിൽ പ്രീണനം, പ്രതിപുരുഷ മരണം, വീണ്ടെടുപ്പ്, നിരപ്പ് അല്ലെങ്കിൽ അനുരഞ്ജനം, പ്രായശ്ചിത്വം, ഇങ്ങനെ പല കാര്യങ്ങൾ ഉൾപ്പെടുന്നു. കുറച്ച് വിശാലമായിരിക്കുന്ന ഒരു ആശയമാണ് ഈ പാപപരിഹാര യാഗം എന്ന് നാം പറയുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. പഴയ നിയമത്തിലെ പാപപരിഹാരാർത്ഥം എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് കഫാർ എന്ന വാക്കാണ്, പ്രായവാക്കാണ് കഫാർ. കോപത്തെ ശമിപ്പിക്കുക, തെറ്റിനെ മൂടി വയ്ക്കുക എന്നിങ്ങനെയുള്ള പ്രധാന ആശയങ്ങളാണ് ഈ വാക്കിന് ഉള്ളത്. യാഗമൃഗത്തിന്റെ രക്തം വഴിയാണ് ഇത് പഴയ നിയമത്തിൽ സാധിക്കുന്നത്. എന്നാൽ പാപത്തിന് പൂർണ്ണവും പര്യാപ്തവുമായ ശമനം എന്ന ആശയം ഈ കഫാർ എന്ന വാക്കിൽ ഇല്ല. ആ വാക്ക് അതിന് പര്യാപ്തമായ ഒരു വാക്കല്ല ആ നിലയിൽ. അതിനുള്ളതായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് മൃഗങ്ങളുടെ രക്തത്തിന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ആടുകളുടെയും മാടുകളുടെയും രക്തത്തിന് ഒരു മനുഷ്യന്റെ പാപത്തെ മോചിക്കാനായിട്ട് എങ്ങനെ കഴിയും? സെപ്റ്റുവാജിന്റെ പരിഭാഷയില് ഹിലാസ്കൊമായി എന്നും ഹിലാസ്മോസ് എന്നുമാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്കുകൾക്ക് തൃപ്തിപ്പെടുത്തുക എന്നോ തൃപ്തി വരുത്തുവാനുള്ള മുഖാന്തരം എന്നോ ഒക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ പാപപരിഹാരം എന്നുള്ളതായിരിക്കുന്ന വാക്ക് മലയാളത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള വാക്കാണെങ്കിലും അത് വാസ്തവത്തിൽ അറ്റോൺമെന്റ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കിന്റെ ഒരു പര്യാപ്തമായിരിക്കുന്ന പരിഭാഷയല്ല എന്ന് പറയട്ടെ. തിരുവചന വെളിച്ചത്തിൽ മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ മാത്രം പ്രതികൂലമായി ബാധിച്ചതായിട്ട് നമുക്ക് കരുതാനായിട്ട് കഴിയുകയില്ല. അതായത് പാപം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നീതിയെ മാത്രം ബാധിച്ചെന്നോ അങ്ങനെ നമുക്ക് പറയാനായിട്ട് ഒക്കുകയില്ല. വാസ്തവത്തിൽ ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. അതിനുള്ളതായിരിക്കുന്ന കാരണം ദൈവത്തിന്റെ സ്വഭാവവുമായി പാപത്തിന് യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ്. യെശയ്യാപ്രവചനം 59:2 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രശ്നമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യനും ദൈവവും തമ്മിലാണ്, അല്ലാതെ മനുഷ്യനും ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു സ്വഭാവവും തമ്മിലല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ നീതിയുമായിട്ടാണ് മനുഷ്യന് പ്രശ്നമുള്ളത്, ദൈവത്തിന്റെ സ്നേഹവുമായി പ്രശ്നമൊന്നുമില്ല, ദൈവത്തിന്റെ കരുണയുമായിട്ട് പ്രശ്നമില്ല. അങ്ങനെയല്ല, ദൈവവുമായിട്ടാണ് പ്രശ്നമുള്ളത്. നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ നീതിയെ പിണക്കിയിരിക്കുന്നു എന്നുള്ളതല്ല. അതുകൊണ്ട് വീണ്ടെടുപ്പ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ദൈവവുമായുള്ളതായിരിക്കുന്ന ഒരു നല്ല ബന്ധത്തിലേക്ക്, അനുരഞ്ജന ബന്ധത്തിലേക്ക് വീണ്ടും വരിക എന്നുള്ളതായിരിക്കുന്ന ആശയമാണ്. അപ്പോൾ യാഗത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യരുടെ പാപങ്ങളെ രക്ഷിക്കുവാൻ കഴിയില്ല എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല. എന്നാൽ അത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിലുള്ള പാപപരിഹാര ഉദ്ദേശത്തെ നിഷേധിക്കുന്നവരാണ് അങ്ങനെ ചോദിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ അതിൻ്റെ
മനുഷ്യന്റെ പാപത്തെ മോചിക്കാനുള്ളതായിരിക്കുന്ന ഉദ്ദേശത്തെ അംഗീകരിച്ചിട്ടുള്ളവരാരും അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ തൃപ്തികരമായ പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പാപത്തെ ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിയുന്നതല്ല. ഏതെങ്കിലും ഒരു മൃഗത്തെ യാഗം കഴിച്ചതുകൊണ്ട് ദൈവത്തിന് പാപം മോചിച്ചു തരാനായിട്ട് സാധിക്കില്ല. പഴയ നിയമത്തിൽ അതുകൊണ്ട് പറയാറുണ്ട്, പാപത്തിന്റെ കവറിങ് ആണ്, ഫൊർഗിവ്നെസ് അല്ല. പാപം മറയ്ക്കുകയാണ് ചെയ്യുന്നത്, പാപം ക്ഷമിക്കുകയല്ല. പക്ഷെ പാപം ക്ഷമിച്ചും എന്ന പ്രസ്താവനയുണ്ട് എന്നുള്ളത് കാര്യം ശരിയാണ്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ മനസ്സിലവ് എന്നിങ്ങനെയുള്ള അഭേദ്യ ഗുണങ്ങൾ മാത്രമല്ല ദൈവത്തിനുള്ളത്. ദൈവം നീതിയും ന്യായവും വിശുദ്ധിയും മുതലായ എല്ലാ ഗുണങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കുറെ ഗുണങ്ങളെ നമുക്ക് വേർതിരിച്ച് മറ്റു ഗുണങ്ങളുമായിട്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഇപ്പൊ ദൈവത്തിന്റെ അഭേദ്യ ഗുണങ്ങളിൽ ഒന്നിനെ സംബന്ധിച്ചും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. ദൈവത്തെ നമുക്ക് ചില സ്വഭാവങ്ങളുടെ ആകത്തുകയാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, ദൈവം ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി ആയിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ മാറ്റിവെച്ചിട്ട് ഈ സ്വഭാവത്തിന് ഒരു തൃപ്തി വരുത്തിയാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് ഒക്കുകയില്ല. വ്യക്തിയുമായുള്ള ബന്ധമാണ് നഷ്ടപ്പെട്ടത്, ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സ്വഭാവമായുള്ള ബന്ധമല്ല. 2 തിമോഥെയോസ് 2:13 പറയുന്ന ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ലെന്ന്. അങ്ങനെയാണ്, ദൈവത്തിന് തന്റെ ഒരു സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വ്യക്തിത്വത്തെ സമ്പൂർണമായി തൃപ്തിപ്പെടുത്തുന്ന ഒരു ക്രമീകരണമാണ് പാപമോചനത്തിന് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ വ്യക്തിത്വത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സമ്പൂർണമായ ക്രമീകരണമാണ് വേണ്ടത്. ദൈവത്തിന്റെ നീതിയെയും സ്നേഹത്തെയും ഒരുപോലെ പ്രീണിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം ഒരേ സമയത്ത് സ്നേഹവാനും നീതിമാനുമാണ്. അതുകൊണ്ട് നീതിയെ പ്രീണിപ്പിച്ചിട്ട് നമുക്ക് രക്ഷ കിട്ടാം, അല്ലെങ്കിൽ സ്നേഹത്തെ നമുക്ക് തൃപ്തിപ്പെടുത്താം എന്ന് മാത്രം പറയാനായിട്ട് സാധിക്കില്ല. മാനുഷികമായിരിക്കുന്ന ഒരു ഭാഷ ഇങ്ങനെ നമുക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭാവിയായ മനുഷ്യനോടുള്ള ദൈവിക വികാരങ്ങളുടെ പ്രകടനം വാസ്തവത്തിൽ വളരെ സങ്കീർണമാണ്. ദൈവത്തോടെ പാപം ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കുവാനുള്ള ദൈവനീതിയുടെ നിർബന്ധം ഒരു ഭാഗത്തും, തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ നരകശിക്ഷ നൽകാതിരിക്കുവാനുള്ള സ്നേഹത്തിന് നിർബന്ധം ഒരു മറുവശത്തും കാണാനുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നീതിയല്ല മാത്രമല്ല ഒഫൻഡഡ്, ദൈവമാണ് ഒഫൻഡഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ മാത്രം തൃപ്തിപ്പെടുത്തി നമുക്ക് രക്ഷപ്പെടാനൊക്കില്ല. ദൈവത്തെ നാം തൃപ്തിപ്പെടുത്തണം. നമ്മുടെ അർപ്പിക്കുന്ന യാഗം ദൈവത്തിന് സ്വീകാര്യമാകണം. അത് ദൈവം എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ എല്ലാ സ്വഭാവങ്ങളും ബാലൻസ്ഡ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു സ്വഭാവത്തിന് താൻ വിധേയനായി മറ്റു സ്വഭാവങ്ങൾ എഴുതി തള്ളാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് വൈകാരിക സംഘടനമില്ല നമുക്ക് പറയാം. ദൈവത്തിന് നീതിയും സ്നേഹവും തമ്മിൽ സംഘടനമില്ല. അത് മനുഷ്യന്റെ ഭാഷയിലൊക്കെ പറയുമ്പോഴേ ഉള്ളൂ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്നേഹവാനാണ്, ദൈവം നീതിമാനാണ്. ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗോഡ് ഈസ് ഒഫൻഡഡ്. ദൈവത്തിന്റെ നീതി ഒഫൻഡഡ് ആയെന്നല്ല, ഗോഡ് ഈസ് ഒഫൻഡഡ്. ദൈവത്തിന്റെ സ്നേഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും ഗോഡ് ഈസ് ഒഫൻഡഡ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ യാഗം എന്ന് പറയുന്നത് ഒരു പാപപരിഹാര ബലിയാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന് മാത്രമേ ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കൂ. വേറെ ഒന്നിനും തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഒരു മനുഷ്യന്റെ യാഗത്തിന് തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം ദൈവത്തിന്റെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും സർവാധികാരത്തെയും എല്ലാ അഭേദ്യ ഗുണങ്ങളെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു യാഗം, അത് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗം മാത്രമേ ഉള്ളൂ. വേറൊന്നിനും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. മൂന്നാമത് യേശുക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു പ്രതിപുരുഷ മരണമാണ്. പ്രതിപുരുഷ മരണം, ഇംഗ്ലീഷിൽ അതിന് വൈക്കേരിയസ് അറ്റോൺമെന്റ് എന്ന് പറയും. പ്രതിപുരുഷ മരണം, വൈക്കേരിയസ്. ഒരു നല്ല വാക്കാണ് വൈക്കേരിയസ് അല്ലെ പ്രതിപുരുഷൻ എന്ന് പറയുന്നത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? വൈക്കേരിയസ് എന്ന വാക്ക് വികാരി എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ്. വികാർ, ആ വാക്കിൽ നിന്നാണ് വൈക്കേരിയസ് വന്നത്. ഈ വികാരി എന്ന് പറഞ്ഞാൽ, ഒരു സഭയുടെ വികാരി എന്ന് പറഞ്ഞാൽ ആ സഭയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് പ്രതിപുരുഷനായി പകരക്കാരനായി നിൽക്കുന്ന ഒരാളാണ്, അവർക്ക് വേണ്ടിയുള്ള ഒരാളാണ്. അപ്പോൾ ഈ വൈക്കേരിയസ് യാഗം എന്ന് പറഞ്ഞാലും മനുഷ്യവർഗത്തിന് പരമായിട്ടുള്ള യാഗം എന്ന അർത്ഥത്തിലാണ്. ഒരു വലിയ വാക്ക്, ഒരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. പാപികളായ മനുഷ്യവർഗം തങ്ങളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം ദൈവത്തിന് കൊടുക്കാൻ കടപ്പെട്ടവരാണ്. എന്നാൽ നിത്യത മുഴുവൻ അവർ നരകശിക്ഷ അനുഭവിച്ചെങ്കിൽ മാത്രമേ പാപത്തിന് പ്രായശ്ചിത്തമാവൂ. കാരണം പാപം എന്ന് പറയുന്നത് നിത്യനായ ദൈവത്തിനെതിരെയുള്ള ഒരു നിത്യമായ പാപപ്രവൃത്തിയാണ്. അതിന് നിത്യമായ ശിക്ഷയാണ്, നിത്യനരക ശിക്ഷയാണ്. അപ്പോൾ നിത്യകാലം മുഴുവനും
പാവശിക്ഷ, നരകശിക്ഷ അനുഭവിച്ചെങ്കിൽ മാത്രമേ അതിനെ പ്രായശ്ചിത്തം എന്ന് പറയാനായിട്ട്. അങ്ങനെ അനുഭവിച്ചിട്ട് പിന്നെ എന്ത് പ്രായശ്ചിത്തമാണ്? അപ്പോ അവന് ഓരോ ഒരു പാപിക്ക് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ പാപിയും അവന്റെ പാപത്തിനു വേണ്ടി അവൻ നിത്യത മുഴുവൻ നരകശിക്ഷ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ അതിന് പ്രായശ്ചിത്തമാകൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ രക്ഷ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല. കാരണം നിത്യ ശിക്ഷാവധി അനുഭവിച്ച് പ്രായശ്ചിത്തം കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ ഈ രക്ഷ അനുഭവിക്കുന്നത്? അപ്പോൾ നിത്യത മുഴുവനും പ്രായശ്ചിത്തം കഴിക്കണമെങ്കിൽ പിന്നെ രക്ഷ എന്ന് പറയുന്ന ഒരനുഭവം അവിടെ വരുന്നില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു പാപപരിഹാരം എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമാണ്. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം ഓരോ പാപിയോടും അവന്റെ പാപത്തിന് പരിഹാരമായിട്ട് പ്രായശ്ചിത്തം കഴിക്കാൻ പറയുന്നതിന് പകരം ദൈവം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മരണം മനുഷ്യവർഗത്തിന്റെ മരണത്തിന് പകരമരണമായിട്ട് അങ്ങനെ നിവർത്തിക്കുകയാണ് ചെയ്തത്. അതെ, യേശു ക്രിസ്തു പ്രതിപുരുഷനായി കാൽവറിയിൽ പാപത്തിനുള്ള ശിക്ഷ ഏറ്റെടുക്കുക വഴി മനുഷ്യവർഗത്തിന് രക്ഷ സാധ്യമായി. അപ്പൊ ഇതിനെയാണ് ഈ പ്രതിപുരുഷ പാപപരിഹാര ബലി എന്നൊക്കെ നമ്മൾ പറയുന്നത്. മനുഷ്യവർഗത്തിന് പകരക്കാരനായിട്ട് യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു. അപ്പൊ വ്യക്തിപരമായ പാപപരിഹാരവും പ്രതിപുരുഷ പാപപരിഹാരവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ചാൾസ് ഷെഡ് എന്ന് പറഞ്ഞ വേദശാസ്ത്രി 4 വ്യത്യാസങ്ങളാണ് ഇവ തമ്മിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് വ്യക്തിപരമായ പ്രായശ്ചിത്തവും പ്രതിപുരുഷ പ്രായശ്ചിത്തവും തമ്മിലുള്ള 4 വ്യത്യാസങ്ങൾ. അതിലൊന്ന്, വ്യക്തിപരമായ പരിഹാരം നൽകേണ്ടത് അപരാധിയാണ്. എന്നാൽ പ്രതിപുരുഷ പരിഹാരം നൽകുന്നത് അപരാധത്തിന് വിധേയനായ വ്യക്തിയാണ്, ഒഫൻഡഡ് പാർട്ടിയാണ്. അപരാധം ചെയ്ത ആളല്ല, അപരാധത്തിന് വിധേയനായ പാർട്ടിയാണ്. അപ്പോൾ വ്യക്തിപരമായ പാപപരിഹാരം പാപികളായ മനുഷ്യരും, പ്രതിപുരുഷ പരിഹാരം ദൈവവുമാണ് നടത്തുന്നത്. തീത്തോസ് 2:13 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവമാണ് തന്റെ പ്രതിപുരുഷ യാഗത്തിലൂടെ പാപപരിഹാരം വരുത്തുന്നത്. അതൊരു പ്രധാന വ്യത്യാസമാണ്. ഞാൻ വ്യക്തിപരമായി പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്ത ഞാൻ തന്നെ ആ മരണം വരിച്ച് അതിന്റെ പ്രായശ്ചിത്തം വരുത്തണം. എന്നാൽ പ്രതിപുരുഷ യാഗത്തിലാകുമ്പോൾ പാപം ചെയ്ത ഞാനല്ല, എനിക്ക് പകരക്കാരനായി വരുന്നതായിരിക്കുന്ന വ്യക്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, വ്യക്തിപരമായ പാപപരിഹാരം കുറ്റക്കാരൻ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രതിപുരുഷ യാഗത്തിൽ പാപപരിഹാരം കുറ്റക്കാരൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായ പാപപരിഹാരമാണെങ്കിൽ അത് ദൈവത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രതിപുരുഷമാകുമ്പോൾ പ്രതിപുരുഷനായിട്ടുള്ള ഒരാളിൽ നിന്ന് ഞാനത് പ്രാപിക്കുകയാണ്, നാം അത് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, സുവിശേഷത്തിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ ഡു എന്നുള്ളതല്ല, ചെയ്യുക എന്നുള്ളതല്ല, പിന്നെ ഡൺ എന്ന് പറയുകയാണ്. ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാം അത് സ്വീകരിച്ചാൽ മതി, നാം അത് ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. അപ്പൊ അതും ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന വ്യത്യാസമാണ്. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, വ്യക്തിപരമായ പാപപരിഹാരത്തിൽ കൃപയില്ല. കാരണം ഞാൻ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിത്യകാലം ഞാൻ പീഡനം അനുഭവിക്കുക, ഞാൻ ശിക്ഷ അനുഭവിക്കുക, അവിടെ കരുണയെന്ന് പറയുന്ന ഒരു കാര്യമില്ല. എന്നാൽ പ്രതിപുരുഷ പരിഹാരം എന്ന് പാപപരിഹാരം എന്ന് പറയുന്നത് കൃപയുടെ ഏറ്റവും വലിയ പ്രകടനമാണ്. കാരണം ഭാവിയായ മനുഷ്യന്റെ ശിക്ഷ പാപം ചെയ്യാത്തതായിരിക്കുന്ന ഒരു പ്രതിപുരുഷൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുമ്പോൾ ഭാവിയോടുള്ള ദൈവത്തിന്റെ കരുണയാണ് അവിടെ പ്രകടമാകുന്നത്. അതുകൊണ്ട് ദൈവകരുണയുടെ ഏറ്റവും വലിയ ഉദാത്തമായിരിക്കുന്ന പ്രകടനമാണ് പ്രതിപുരുഷ യാഗത്തിൽ ദൈവം അത് കാണിക്കുന്നത്. അത് എത്ര മനോഹരമായിരിക്കുന്ന ഒരു ആശയമാണ്. അതുകൊണ്ടാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. കൃപ പുതിയ നിയമത്തിലെ ഏറ്റവും മഹത്തായിരിക്കുന്ന വാക്കാണ് കൃപ എന്ന് പറയുന്നത്. കാരണം ഒരു പാപിക്ക് രക്ഷപ്പെടുവാനുള്ള ദൈവത്തിന്റെ സകല ക്രമീകരണത്തിന്റെയും ആധാരമായിരിക്കുന്ന ഈ വാക്കാണ് കൃപ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. അപ്പോൾ അതും ഒരു വലിയ വ്യത്യാസമാണ്. ആ പ്രതിപുരുഷൻ ദൈവം തന്നെ ആകുന്നു എന്നുള്ളതാണ് ഈ പ്രതിപുരുഷ യാഗത്തിലെ മഹത്വം എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവരെല്ലാവരും പാപികളായതുകൊണ്ട് വ്യക്തിപരമായ ശിക്ഷ അനുഭവിക്കുവാൻ കടപ്പെട്ടവരാണ്. എന്നാൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നപ്പോൾ ആ പുത്രൻ പാപം ചെയ്തിട്ടില്ലാത്തവനും പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുവാൻ കടപ്പെട്ടവനുമല്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നമുക്ക് പകരമുള്ള മരണമായിട്ട് ഇരിക്കുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 4:10 ആശയങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4, വ്യക്തിപരമായ പാപപരിഹാരം ഒരിക്കലും പൂർത്തിയാകാത്തതാണ്.
കാരണം നിത്യനായ ദൈവത്തോട് ഞാൻ ചെയ്തതായിരിക്കുന്ന പാപത്തിന് നിത്യകാലം മുഴുവനും ഞാൻ എൻ്റെ പാപത്തിന് വേണ്ടി ശിക്ഷ അനുഭവിക്കണം. സാധാരണ കോടതികളിലാകുമ്പോൾ മനുഷ്യവർഗത്തിന് ഇപ്പോൾ ഒരാള് ജീവപര്യന്തം അദ്ദേഹത്തെ തടവിന് വിധിച്ചാൽ 14 വർഷമാണ് സാധാരണ ജീവപര്യന്തം എന്ന് പറയുന്നത്. 14 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പുറത്തു വരാം. ഇനി നല്ല നടപ്പും ഒക്കെ ആയിട്ടാണെങ്കിൽ അദ്ദേഹം ഒരു 7-8 വർഷത്തിൽ കൂടുതലൊന്നും ഇവിടെ കിടക്കുകയില്ല. അത് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പുറത്തു വരും. അതെ. എന്നാൽ ദൈവത്തിനെതിരെ ചെയ്തതായിരിക്കുന്ന പാപം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ ചിലരെ ജയിലിടുമല്ലോ, മരണപര്യന്തം മരിക്കുന്നത് വരെ ഏകാന്ത തടവിന് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറത്തു വരുന്ന പ്രശ്നമേ ഇല്ല. മരിച്ചിട്ട് ശവമേ പുറത്തു കൊണ്ടുവരുന്നു. പാപം നിത്യമായതുകൊണ്ട് ഒരു വ്യക്തി താൻ തന്നെ പരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിത്യകാലം താൻ ഇങ്ങനെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നരകത്തിൽ കിടക്കണം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അപ്പൊ അതിന് വ്യക്തിപരമായ പാപപരിഹാരം ഒരിക്കലും പൂർത്തിയാകുന്നില്ല. പക്ഷേ പ്രതിപുരുഷ പാപപരിഹാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് പൂർത്തിയായതാണ്. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചപ്പോൾ താൻ മരിച്ച സമയത്ത് എൻ്റെ പ്രതിപുരുഷനായിട്ട് തീർന്നു. എൻ്റെ പാപപ്രശ്നത്തിന് ഒരു പരിഹാരം വന്നിരിക്കുന്നു. അത് എന്നേക്കുമായി ഒരിക്കലായിട്ട് ദൈവം നിവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വ്യക്തിപരമായിരിക്കുന്ന പാപപരിഹാരവും പ്രതിപുരുഷ പാപപരിഹാരവും തമ്മിൽ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് 4 വ്യത്യാസങ്ങളാണ് അത് ഷെഡ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വേദശാസ്ത്രിയാണ്. ഡോഗ്മാറ്റിക് തിയോളജി എന്ന് പറയുന്നതായിരിക്കുന്ന 4 വോളിയുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അത് അമൂല്യമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് തിയോളജിയൊക്കെ വായിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇന്റർനെറ്റിലൊക്കെ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കാശ് മുടക്കാതെ നിങ്ങൾക്ക് ഒരുപക്ഷെ അതൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതെ. അപ്പോ യേശുക്രിസ്തുവിന്റെ മരണം അത് പാപപരിഹാര ബലിയാണ് എന്നുള്ള കാര്യം അത് സത്യമാണ്. അതുപോലെ തന്നെ അത് പ്രതിപുരുഷ മരണമാണ് എന്നതും സത്യമാണ്. ഇനിയും അതിനുള്ളതായിരിക്കുന്ന തെളിവുകൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ യേശുക്രിസ്തുവിന്റെ മരണം പ്രതിപുരുഷ മരണമാണെന്നുള്ളത് എന്താ തെളിവ്? തെളിവുകൾ ധാരാളമുണ്ട്. ഇപ്പൊ മത്തായി 20:28 മനുഷ്യപുത്രൻ അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുത്തു. അനേകർക്കു വേണ്ടി, അതാണല്ലോ ഈ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ, അനേകർക്കു വേണ്ടി. മർക്കോസ് 10:45 മനുഷ്യപുത്രൻ അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാൻ എന്ന് പറയുന്നു. ലൂക്കോസ് 22:19-20 ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന രക്തത്തിലെ പുതിയ നിയമമാകും. യോഹന്നാൻ 6:51 ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം എന്ന് കർത്താവ് പറഞ്ഞു. റോമർ 5:6-8 ക്രിസ്തു അഭക്തർക്കു വേണ്ടി മരിച്ചു, ക്രിസ്തുവോ നമുക്ക് വേണ്ടി മരിക്കയാൽ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം പാപിയായ മനുഷ്യർക്കു വേണ്ടിയാണ് എന്നുള്ളത് അതിന്റെ പ്രതിപുരുഷ സ്വഭാവത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ രസകരമായിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം. ഈ വേണ്ടി എന്നുള്ളതിന് 2 പ്രത്യേക വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മത്തായി 20:28 മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി എന്നുള്ള വേണ്ടി എന്നുള്ളതിന് ആന്റി എന്ന പ്രപസിഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അനേകർക്ക് വേണ്ടി ആന്റി. എന്നാൽ ലൂക്കോസ് 22:19-20 ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം എന്നുള്ളതിന് ഹൂപ്പർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രപസിഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. പലയിടത്തും ആന്റി ഉപയോഗിച്ചിട്ടുണ്ട്, പലയിടത്തും ഹൂപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. റോമർ 5:6-8 ക്രിസ്തു അഭക്തർക്ക് വേണ്ടി അവിടെയും ഹൂപ്പറാണ്. എന്നാൽ മർക്കോസ് 10:45 മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി അവിടെ ആന്റിയാണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? കർത്താവിന്റെ മരണം പ്രതിപുരുഷ മരണമാണെന്ന് കാണിക്കുവാൻ ആന്റി എന്നും ഹൂപ്പർ എന്നുമുള്ള 2 ഉപസർഗങ്ങള് പ്രപസിഷൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മത്തായി 20:28 മർക്കോസ് 10:45 മുതലായ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ആന്റി എന്ന ഉപസർഗമാണ് വേണ്ടി എന്ന മലയാള വാക്കിനായിട്ട് പരിഭാഷ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 വേദഭാഗങ്ങളിലും ഈ ഉപസർഗത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന അർത്ഥമാണുള്ളത്. യേശു ക്രിസ്തു എനിക്ക് പകരം മരിച്ചു. മത്തായി 2:22 ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അർക്കലിയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം ആന്റി വാഴുന്നു. അവിടെ നാം അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ മത്തായി 5:38 കണ്ണിന് പകരം കണ്ണ്, അതിവിടെ ആന്റിയാണ്. പല്ലിന് പകരം പല്ല്, അവിടെ എല്ലാം ആന്റിയാണ്. അപ്പോ എൻ്റെ പല്ല് ഒരാൾ അടിച്ചു തകർത്താൽ അതിന് പകരം ആളിന്റെ പല്ലടിച്ചു തകർക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിലെ. ഹെരോദാവിന് പകരം, ഹെരോദാവ് ഇരിക്കേണ്ട സ്ഥാനത്ത് ഹെരോദാവ് മരിച്ചപ്പോൾ തൻ്റെ മകനായ അർക്കലിയസ് അവിടെ ഭരണാധികാരിയായിട്ട് ഇരുന്നു. അപ്പോ എന്നാൽ ഹൂപ്പർ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് പകരം എന്നൊക്കെ പരിഭാഷ ചെയ്തിട്ടുണ്ടെങ്കിലും
അതിന് മറ്റൊന്നിന്റെ പ്രയോജനത്തിനു വേണ്ടി അതുകൊണ്ട് അതിനെ പകരം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പകരം, നമുക്ക് പകരക്കാരനായിട്ട് കർത്താവ് അവിടെ നമുക്ക് വേണ്ടി എന്നുള്ളത്. അപ്പോ ഇതിൽ ഏതർത്ഥമാണ് വാസ്തവത്തിൽ ശരിയായത് എന്നൊക്കെ വാദിക്കാറുണ്ട്. ആന്റി പകരം, ഹൂപ്പർ പകരം. ആന്റി എന്നതിനൊരു അർത്ഥമേ ഉള്ളൂ, പകരം. ഹൂപ്പറിന് രണ്ടർത്ഥമുണ്ട്, പകരം എന്നും വേണ്ടി എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഹൂപ്പർ എന്ന വാക്കിന് പകരം എന്ന അർത്ഥവും വേണ്ടി എന്ന അർത്ഥവും ഉള്ളത് കൊണ്ട് ചിലർ പറയാറുണ്ട് ആ വാക്കാണ് കുറച്ചുകൂടെ ഒരുപക്ഷെ ഈ ആശയത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ നമുക്ക് പറയാനായിട്ട് ഒക്കുകയില്ല. കാരണം ആന്റി എന്ന ഉപസർഗത്തിനും പകരം എന്ന അർത്ഥമാണ് ഉള്ളത്. പക്ഷേ ആ അർത്ഥം മാത്രമേ അതിനുള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു പകരം മരിക്കൽ മാത്രമല്ല, അത് പാപികളുടെ പ്രയോജനത്തിനു വേണ്ടിയുള്ള ഒരു മരണം കൂടിയാണ് എന്ന ആശയമാണ് ഹൂപ്പർ എന്ന ഉപസർഗത്തിന് ഉള്ളത്. അതുകൊണ്ട് അതിലെ അർത്ഥം, ആശയം കുറച്ചുകൂടി വിശാലമായിരിക്കുന്ന ആശയമാണ്. പക്ഷെ ഈ രണ്ട് ഉപസർഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പകര മരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ യാഗത്തിന് നിഴലായിട്ട് പഴയ നിയമത്തിലെ യാഗങ്ങളാണല്ലോ ഉള്ളത്. ആ യാഗങ്ങൾ പരിശോധിച്ചാൽ അവയുടെ ഈ പറഞ്ഞ പ്രതിപുരുഷ സ്വഭാവം നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഇസ്ഹാക്കിന് പകരമാണ് ആട്ടുകൊറ്റനെ യാഗമായി അവിടെ അർപ്പിച്ചത്. ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞു, എന്നാൽ ദൈവം പെട്ടെന്ന് തടഞ്ഞു. പക്ഷെ ഒരു യാഗം കഴിച്ചെങ്കിലേ ഒക്കൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ യാഗശാലയുമുണ്ട്, വിറകുമുണ്ട്. യാഗം കഴിക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ ദൈവം ഇസ്ഹാക്കിന് പകരമായിട്ട് കൊമ്പ് ചുറ്റിക്കിടക്കുന്നതായിരിക്കുന്ന ഒരു കോലാട്ടുകൊറ്റനെ അവിടെ അറക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിൽ നിന്നും ആദ്യജാതന്മാരെ രക്ഷിക്കുവാനായിട്ട് ആദ്യജാതന്മാർക്ക് പകരമായിട്ട് ഒരു പെസഹ കുഞ്ഞാടിനെ അറുത്തു. ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടിലക്കാലിന്മേലും കുറുപടിമേലും പുരട്ടിയപ്പോ പെസഹ കുഞ്ഞാട് പകരക്കാരനായിട്ട് ഒരു കുഞ്ഞാട് ആ വീട്ടിൽ അറുക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവായിരുന്നു. ആ കുഞ്ഞാടാണ് ആ വീട്ടിലെ ആദ്യജാതനായ വ്യക്തിക്ക് പകരക്കാരനായിട്ട്. അങ്ങനെ ഒരു പകര മരണമാണ് അവിടെ ഉള്ളത്. അപ്പൊ പഴയ നിയമത്തിലും ആശയം വളരെ വ്യക്തമായിട്ട് തന്നെയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപുരുഷനായി, നമുക്ക് പകരക്കാരനായി താൻ മരിച്ചു. എന്നാൽ പകരക്കാരനായി മരിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോജനത്തിനു വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി. കർത്താവിന്റെ മരണം നമ്മുടെ പകരമരണമാണെങ്കിൽ തന്നെയും ആ പകരമരണം കൊണ്ട് നമുക്ക് വളരെ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നുള്ളതായിരിക്കുന്ന ആശയവും അവിടെ തീർച്ചയായിട്ടും പ്രകടമാക്കിയിട്ടുണ്ട്. ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷയാഗത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒരുപാട് സംവാദങ്ങളും ഒരുപാട് തിയറികളും ഒക്കെ പല ആളുകളും പറയാറുണ്ട്. യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷയാഗത്തിൽ പാപികൾക്ക് പകരമായി എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ പാപികളായ മനുഷ്യർ അതുകൊണ്ട് യേശു ക്രിസ്തു അവർക്ക് പകരമായി എന്താണ് അനുഭവിച്ചത് എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ പാപികൾക്ക് പകരക്കാരനായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു വാസ്തവത്തിൽ എന്താണ് അവിടെ ചെയ്തത്? താൻ എന്താണ് അനുഭവിച്ചത്? ഒരു മരണം അനുഭവിച്ചു എന്നേ ഉള്ളോ, അതോ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അനുഭവിച്ചോ? പത്രോസ് തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. നമ്മുടെ പാവങ്ങളെ തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അപ്പൊ നമുക്ക് പകരക്കാരനായി മരിച്ചു എന്ന് മാത്രമല്ല, നാം ചെയ്തു കൂട്ടിയ സകല പാപത്തെയും ചുമന്നുകൊണ്ട് കയറിയെന്നാണ്. അപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ കയറിയത്. ആ പ്രസ്താവനയിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചുമന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംവാദമുണ്ട്. ഏബലാഡ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു വേദശാസ്ത്രി ജീവിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തെ പാപത്തിന്റെ ശിക്ഷയുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ ബന്ധപ്പെടുത്താനായിട്ട് കഴിയില്ല. ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് കർത്താവ് മരിച്ചതെന്ന് പറയാനായിട്ട് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ്? അപ്പോ അദ്ദേഹം പറയുന്നത് പാപത്തിന്റെ ശിക്ഷയുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതിനു പകരം ഒരാളുടെ കുറ്റം ഒരാളുടെ മേൽ ചുമത്തുക എന്ന് പറയുന്ന ദൈവനീതിക്ക് ചേർന്നല്ലെന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ ചെയ്ത കുറ്റം കർത്താവിന്റെ മേൽ ചുമത്തുക എന്ന് പറഞ്ഞാൽ അത് എന്തോ നീതിയാണ്? കുറ്റം ചെയ്യാത്ത ഒരുത്തിന്റെ പേര് ഒരു പോക്കറ്റടി നടന്നു, പോക്കറ്റ് അടിച്ചവനെ കണ്ടില്ല, അതിന് പകരം വേറെ നിന്നതായിരിക്കും ഒരാളുടെ മേൽ പോക്കറ്റടി കുറ്റം ചുമത്തി എന്ന് പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ഞാൻ ചെയ്ത് കൂട്ടിയതായിരിക്കുന്ന, നിങ്ങൾ ചെയ്ത് കൂട്ടിയതായിരിക്കുന്ന പാപത്തെ ചുമത്തുക എന്ന് പറഞ്ഞാൽ
അത് ദൈവത്തിന്റെ നീതിക്ക് നിരക്കുന്നതല്ല എന്നാണ് ഏവനാട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്ത ആളിന്റെ പേരിൽ തെറ്റ് ചെയ്ത ആളിന്റെ കുറ്റം തെറ്റ് ചെയ്യാത്ത ആളിന്റെ മേൽ പകരുവാൻ സാധ്യമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ അത് വിചാരിച്ചാലും സാധ്യമല്ല. എന്റെ മേൽ കെട്ടിവെക്കാവുന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാനതുകൊണ്ട് തേക്കില്ല. ഞാൻ ചെയ്തിട്ടില്ലല്ലോ ആ കുറ്റം. നിങ്ങൾ എന്നെ കുറ്റക്കാരനെന്ന് വിചാരിച്ചാലും ഞാൻ കുറ്റക്കാരനാകുന്നില്ലല്ലോ. സർവജ്ഞാനിയായ ദൈവത്തിന് മുൻപിൽ അപ്പൊ ഞാൻ കുറ്റക്കാരനാകാൻ ഒക്കുകയില്ല. കാരണം ഞാൻ കർത്താവ് കുറ്റക്കാരനാകാൻ ഒക്കുകയില്ല. താൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. താൻ ചെയ്യാത്തൊരു കുറ്റം തന്റെ മേൽ അടിച്ചേൽപ്പിച്ച ദൈവം അത് അംഗീകരിക്കുമോ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ചോദ്യം ധാരാളമുണ്ട്. അപ്പോ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ നീതിമാനായ ഒരുവനെ ശിക്ഷിക്കുന്നത് ദൈവനീതിക്ക് നിരക്കുന്നതല്ലെന്നും അയാൾ പറഞ്ഞു. ഏതൊരു പാപിയുടെയും പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മരണത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഏബലാട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പാപിക്ക് മാനസാന്തരം ദൈവം നൽകിയാൽ മതി. മാനസാന്തരപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കാം. അപ്പോ ഒരു തെറ്റ് ചെയ്തു, വേറൊരാളെ അടികൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനങ്ങ് സമ്മതിച്ചാൽ മതി, ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്ന് ഞാനങ്ങ് സമ്മതിച്ചാൽ മതി. ആണല്ലോ എൻ്റെ മാനസാന്തരം എന്ന് പറഞ്ഞത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റിപ്പോയി. അല്ലാതെ അതേപോലെ തെറ്റ് ചെയ്യാത്തതായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പിടിച്ച് ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ തെറ്റായി പോയി എന്ന് പറയുമ്പോൾ ദൈവം എന്നോട്, ശരി, നിന്റെ കുറ്റം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, നീ കുറ്റത്തെക്കുറിച്ച് മാനസാന്തരപ്പെട്ടത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ കുറ്റത്തെ ക്ഷമിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ലോകത്തിന്റെ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്നാണ് ഏബലാട് പറഞ്ഞത്. കേട്ടാൽ അതൊക്കെ വളരെ നല്ല തിയറിയാണെന്ന് തോന്നി. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ ദൈവജനത്തിന്റെ ഉപദേശത്തിൽ നിരക്കുന്നില്ലെന്നുള്ളതാണ്. കാരണം കർത്താവ് നമ്മുടെ പാപത്തെ ചുമന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ശിക്ഷ അനുഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ അല്ലെന്ന് നമ്മൾ പറയുന്നത് ദൈവവചനം അങ്ങനെ പറയുന്നുണ്ടല്ലോ. ബുഷ്ണൽ എന്ന് പറഞ്ഞ ഒരു വേദശാസ്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി അനുഭവിച്ചത് പാപത്തിന്റെ ശിക്ഷയല്ല, പ്രത്യുത പാപത്തിന്റെ വേദനയാണ്. അത് വളരെ ശ്രേഷ്ഠമായ തിയറിയാണ്. കർത്താവ് എന്താണ് അനുഭവിച്ചത്? പാപത്തിന്റെ ശിക്ഷയൊന്നും അനുഭവിച്ചില്ല, പാപത്തിന്റെ വേദന അനുഭവിച്ചു. അതാണ് മനുഷ്യവർഗത്തിന്റെ കഷ്ടതയും വേദനയും പങ്കിടത്തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യവർഗം സഹിക്കുന്നതായിരിക്കുന്ന വേദന നീ പോയി സഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മുതൽ കാൽവറി മരണം വരെ നമ്മുടെ പ്രതിനിധിയായി താൻ അനുഭവിച്ച നിന്ദകളും വേദനകളും മനുഷ്യഹൃദയത്തിന് മാനസാന്തരം വരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബുഷ്ണൽ പറഞ്ഞതാണ്. ഈ മാനസാന്തരമാണ് പാപപരിഹാരത്തിന് കാരണമായിട്ട് തീരുന്നത്. അപ്പോ കുറ്റം ചെയ്യാത്തതായിരിക്കുന്ന യേശു ക്രിസ്തു ഞാൻ ചെയ്ത കുറ്റത്തിന് ഞാൻ അനുഭവിച്ച വേദന മുഴുവൻ അനുഭവിച്ചു. എൻ്റെ കാലിലൊരു മുള്ളു കയറി കൊണ്ടതിന് ഞാൻ അനുഭവിക്കേണ്ട വേദന മുഴുവനും യേശു ക്രിസ്തുവിന്റെ അനുഭവിച്ചു. തൻ്റെ കാലിലോട്ട് മുള്ളു കൊണ്ടുമില്ല. അതൊക്കെ അങ്ങനെ ഒരു തിയറിയാണ് ദൈവം കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് നമുക്കുണ്ടാകുന്ന മാനസാന്തരം, എൻ്റെ കർത്താവെ നീ അങ്ങനെ സഹിച്ചല്ലോ, നീ എന്തിനാ അങ്ങനെ സഹിച്ചത്, ഞാനാണല്ലോ ഇതിന് കാരണക്കാരൻ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം പാപത്തെ അങ്ങ് ക്ഷമിച്ചു തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ മാനസാന്തരമാണ് പാപത്തിന് കാരണമായി തീരുന്നത്. മാനസാന്തരം ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നു, ദൈവം പാപത്തെ ക്ഷമിക്കുന്നു എന്നാണ്. അതിനാണ് ഈ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറയുന്നത്. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതാണ്, കർത്താവായ യേശു ക്രിസ്തു തെറ്റ് ചെയ്യാത്തവൻ എൻ്റെ തെറ്റുകൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കേണ്ട വേദന മുഴുവനും ഏറ്റു. അപ്പോൾ എനിക്ക് അതേക്കുറിച്ച് വളരെ അനുതാപമുണ്ട്, വളരെ ദുഃഖമുണ്ട്. യേശു അങ്ങനെ അനുഭവിച്ചല്ലോ എന്നുള്ളതിന്, ഞാനതിന് കാരണക്കാരനായി തീർന്നല്ലോ എന്നുള്ളതിന്. യേശു അങ്ങനെ ഞാൻ ചെയ്തതായിരിക്കുന്ന പാപത്തിന്റെ വേദന യേശു അനുഭവിച്ചു എന്ന് ഞാൻ സമ്മതിച്ചാൽ മതി. ചില സമ്മതിക്കുമ്പോൾ എനിക്ക് രക്ഷ കിട്ടുന്നു എന്നാണ് ബുഷ്ണൽ പറഞ്ഞത്. ഈ ഒരുപാട് വേദശാസ്ത്രികൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ നിഷേധിക്കുന്നതായിരിക്കുന്ന, കർത്താവ് മരിച്ചു എന്നതിനെ നിഷേധിക്കുന്നില്ല, പക്ഷെ എന്തിനു മരിച്ചു എന്നുള്ളതിനെ നിഷേധിക്കുന്നതായിരിക്കുന്ന ഒരുപാട് ഉപദേശങ്ങളാണ് ഇപ്രകാരമുള്ളതായിരിക്കുന്ന ഉപദേശങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ ഉപദേശങ്ങൾക്കൊന്നും ദൈവവചനത്തിന്റെ ഉപദേശങ്ങളുമായിട്ട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പാപികൾക്ക് പകരമായി കാൽവറി ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷയായ മരണം അനുഭവിച്ചു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ അനുഭവിച്ചു ദൈവത്തെ തൃപ്തിപ്പെടുത്തി മനുഷ്യവർഗത്തിന്റെ പാപപ്രശ്നത്തിന്റെ പൂർണ്ണ പരിഹാരം വരുത്തി എന്ന് തന്നെ ബൈബിൾ പറയുന്നു. യേശു ക്രിസ്തുവിന്റെ മേൽ പാപത്തിന്റെ സമ്പൂർണ്ണ ശിക്ഷ
ദൈവം യാതൊരു കരുണയും കൂടാതെ ചുമത്തി. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് പറയുന്നത്. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ വാക്യമൊക്കെ എങ്ങനെയാണ് ലഘൂകരിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? അവനെ തകർത്ത് കളയുവാൻ. കർത്താവ് കരഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിക്കേണ്ടതായി വന്നു. അപ്പൊ പാപം വഹിക്കുക എന്ന തിരുവചന പ്രയോഗത്തിൽ പാവികളോട് സഹതാപം തോന്നുക, അവരുടെ വേദനയുമായി ഏകീഭവിക്കുക, അവരുടെ അനുതാപത്തെ പ്രകടമാക്കുക എന്നുള്ള ആശയങ്ങളൊന്നുമല്ല അവിടെയുള്ളത്. അവൻ നമ്മുടെ പാപത്തെ വഹിച്ചു എന്ന് പറഞ്ഞാൽ നാം ചെയ്തു കൂട്ടിയ സകല പാപങ്ങളെയും കർത്താവ് വഹിച്ചു. നാം അനുഭവിക്കേണ്ട മുഴുവൻ ശിക്ഷയും, പാപത്തിന്റെ ശിക്ഷയും കർത്താവായി അനുഭവിച്ചു എന്ന് തന്നെയാണ്. അപ്പോ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുക എന്ന അർത്ഥമാണ്. പുറപ്പാട് ദിവസം 28:43, ലേവ്യ പുസ്തകം 5:17, 19:8, ഇങ്ങനെ ഒരുപാട് വേദഭാഗങ്ങള്, സംഖ്യാപുസ്തകം 9:13, ഈ ഭാഗങ്ങളിലെല്ലാം ഈ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതായിരിക്കുന്ന ആശയം അവിടെ എല്ലാം ഉള്ളതായിരിക്കുന്ന ഒരു ആശയമാണ്. പഴയ നിയമത്തിലെ പൊതുവായ പ്രമാണം എന്ന് പറയുന്നത് പാപം ചെയ്യുന്ന ദേഹി തന്റെ പാപം വഹിച്ച് മരിക്കണമെന്നാണ്. എഹെസ്കേൽ 18:20 അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, വേറൊരാളുടെ പകരക്കാരനായിട്ട് മരിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ആശയമില്ല. പാപം ചെയ്തതായിരിക്കുന്ന ദേഹി തന്നെ മരിക്കണമെന്നുള്ളതായിരിക്കുന്ന ആശയമാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പഴയ നിയമത്തിലും ഉണ്ട്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്ന് യെശയ്യാവ് 53:6 പറയുമ്പോൾ പാവി തന്നെ പാപത്തിന് ശിക്ഷ വഹിക്കുക എന്ന ആശയമല്ലല്ലോ അവിടെ ഉള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണം ശരി തന്നെയാണ്. എന്നാൽ യെശയ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ യഹോവ നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചുമത്തി, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേൽ ഗ്രഹത്തിന്റെ അകൃത്യം വഹിക്കണം എന്ന് എഹെസ്കേൽ 4:5 നാം വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു കാൽവറിയിൽ പാപത്തിന്റെ ശിക്ഷ നമുക്ക് വേണ്ടി വഹിക്കുകയാണ് ചെയ്തത്. പുതിയ നിയമം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്ന സത്യം സംശയാതീതമായി വ്യക്തമാക്കുന്നുണ്ട്. റോമാലേഖനം 4:25, 1 കൊരിന്ത്യർ 15:3, 2 കൊരിന്ത്യർ 5:21, ഗലാത്യർ 1:3, 1 പത്രോസ് 2:24, 3:18, 1 യോഹന്നാൻ 3:5, ഈ വേദഭാഗങ്ങളിലെല്ലാം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ പാപത്തിന്റെ വേദനയെ മാത്രമാണ് സഹിച്ചതെന്നോ നമുക്കൊരു മാതൃകയായിട്ട് കർത്താവ് മരിച്ചെന്നോ ഒക്കെ പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഉപദേശങ്ങൾക്ക് ഒരിക്കലും നിരക്കുന്നതായിരിക്കുന്ന ഒരു ഉപദേശമല്ല. അതൊക്കെ തെറ്റായ ചിന്തയാണ്. കുറ്റക്കാരന് വേണ്ടി നിരപരാധിയായ മറ്റൊരാളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് അനീതിയാണെന്നും അതിനാൽ അത് ദൈവസ്വഭാവത്തിൽ നിരക്കാത്തതാണെന്നുമാണ് ഈ മേൽ പറഞ്ഞതായിരിക്കുന്ന ചിന്താഗതിക്കാരൊക്കെ പറയുന്നത്. അതും ദൈവസ്വഭാവത്തിൽ നിരക്കാത്തതാണ്. പാപം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്നത് അല്ല. അതില് കുറച്ച് സത്യമുണ്ട്. പാപം ചെയ്യാത്ത ഒരാളെ പിടിച്ചു നിൽക്കുന്നു. ഞാൻ ചെയ്ത ഒരു കുറ്റത്തിന് റോഡിൽ പോയ ഒരു മനുഷ്യനെ പിടിച്ച് പോലീസ് തല്ലിയാൽ, അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ചാല് എല്ലാവരും പറയും അത് അനീതിയാന്ന് പറയാം. മനുഷ്യൻ ഒരു തെറ്റും ചെയ്തല്ല, എന്നിട്ട് അയാളെ എന്ത് ചെയ്തു? അയാളെ ശിക്ഷിച്ചു എന്ന് പറയും. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ചെയ്ത ശിക്ഷയ്ക്ക് വേണ്ടി മൂന്നാമതൊരാളെയാണ് ശിക്ഷിക്കുന്നത്. ശിക്ഷിക്കുന്ന ജഡ്ജി, കുറ്റം ചെയ്ത ഞാന്, പക്ഷെ ശിക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന മൂന്നാമതൊരാൾ. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. നാം ചെയ്തതായിരിക്കുന്ന കുറ്റം മൂന്നാമതൊരാളുടെ മേലല്ല കെട്ടിവെക്കുന്നത്. പിന്നെ ദൈവം തന്നെ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവായിരിക്കുന്ന യേശു ക്രിസ്തു, ന്യായാധിപതിയായിരിക്കുന്ന യേശു ക്രിസ്തു, അവനാണ് ജഡ്ജി. അപ്പോ ആ ജഡ്ജി പറഞ്ഞു, ശരി, കുറ്റവാളിയുടെ കുറ്റം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ മൂന്നാമതൊരു പാർട്ടിയില്ലോ. ഇത് ഇവിടെ ഒന്നാമതും രണ്ടാമതുമുള്ള 2 പാർട്ടിയുള്ളൂ. ന്യായാധിപനും കുറ്റക്കാരനുമേ ഉള്ളൂ. കുറ്റക്കാരന്റെ കുറ്റത്തെ ന്യായാധിപൻ ഏറ്റെടുക്കുകയാണ്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് യാതൊരു ശിക്ഷാ നിയമവും നമുക്ക് ഇല്ല ഒരു ജഡ്ജിക്ക്. പക്ഷെ നമ്മുടെ ജഡ്ജിമാരൊന്നും അങ്ങനെ ഏറ്റെടുക്കില്ലെന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ദൈവം അത് ഏറ്റെടുത്തു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് തന്നെ ഏറ്റെടുത്തു. അപ്പൊ യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിയുടെ മരണം സകല മനുഷ്യരുടെയും മരണത്തിന് പകരം എങ്ങനെയാകുന്നത് എന്ന ഒരു മറുചോദ്യം അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്. ശരി, നിങ്ങൾ പറയുന്ന പോലെ യേശു ക്രിസ്തു പകരക്കാരനായിട്ട് മരിച്ചു എന്ന് വെക്കുക. എങ്കിലും അത് ഒരാൾക്ക് വേണ്ടിയല്ലേ മരിക്കുന്നുള്ളൂ. ലോകത്തിൽ ഒരാളല്ലല്ലോ. ആദാം മുതലുള്ളതായിരിക്കുന്ന പാവം സകല മനുഷ്യരും അവരുടെ എണ്ണമെടുത്താൽ എണ്ണിൽ ഒതുങ്ങാത്ത വിധത്തിൽ അത്രയധികം ആളുകളുണ്ട്. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരൊറ്റയാളല്ലേ ഉള്ളൂ. ഈ ഒരൊറ്റ വ്യക്തി എങ്ങനെയാ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാവങ്ങൾക്ക് പരിഹാരമായി തീരുന്നത്? അവരുടെ എല്ലാ പാവങ്ങളെ എങ്ങനെയാ ഏറ്റെടുക്കുന്നത്?
അത് ഒരു വലിയ ചോദ്യമാണ്. അത് പറയുന്നവരായിരിക്കുന്ന ആളുകളൊക്കെ അതവിടെ വാദം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു മനുഷ്യനാണ്, മനുഷ്യനായി വന്ന യേശു ക്രിസ്തു അവനൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനെ വേറൊരു മനുഷ്യനെ പോലെ മാത്രമേ കാണാൻ ഒക്കൂ എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. യേശു ക്രിസ്തു മനുഷ്യനാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യനാണെന്നുള്ളത് തെറ്റാണ്. വെറും ഒരു മനുഷ്യനല്ല. യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി താൻ ഒരു തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായി തീർന്നവനാണ്. ദൈവത്തെ കളഞ്ഞു കളഞ്ഞിട്ട് വന്ന ഒരു മനുഷ്യനല്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഈ ഒരു വ്യക്തിയുടെ മരണം എങ്ങനെ സകല മനുഷ്യരുടെയും മരണത്തിന്റെ പകരമരണമായി തീരും എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിയും. അപ്പൊ യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ മരണം സകല മനുഷ്യരുടെയും പാപത്തിന് എങ്ങനെ പകരക്കാരനാകാം എന്നുള്ള ചോദ്യത്തിന് യേശു ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി മാത്രം കണക്കാക്കുന്നവർക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയുകയില്ല. പക്ഷെ ബൈബിൾ യേശു ക്രിസ്തുവിനെ വെറും ഒരു മനുഷ്യനായി മാത്രം ചിത്രീകരിക്കുന്നില്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ മരണം സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി എന്ന് പറയുവാൻ ബൈബിൾ ചെയ്യുന്നതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, ദൈവ മനുഷ്യനായി തീർന്നവനാണ്. സമ്പൂർണ്ണ ദൈവത്വവും സമ്പൂർണ്ണ മനുഷ്യത്വവും സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. തന്റെ ദൈവത്വം ഉപേക്ഷിച്ചിട്ട് മനുഷ്യത്വം സ്വീകരിച്ച ഒരാളല്ല. അല്ലേ ദൈവത്വവും മനുഷ്യത്വവും കൂടെ ചേർന്ന് മൂന്നാമതൊന്നായ വ്യക്തിയുമല്ല. ഒരേ സമയം പൂർണ്ണ ദൈവവും ഒരേ സമയം പൂർണ്ണ മനുഷ്യനുമായി നിൽക്കുന്ന ഒരാളാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യഹോവ സാക്ഷികളും മുസ്ലിങ്ങളും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷ യാഗത്തില് എങ്ങനെയാണ് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുന്നത്? യേശു ക്രിസ്തു എന്ന് പറയുന്നതായിരിക്കുന്ന ആള് വെറും ഒരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കാറുണ്ട്. വേറെ എല്ലാവരും പറയും യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവമല്ല, ഒരു പ്രവാചകൻ മാത്രമാണ്. അങ്ങനെ ഒരു പ്രവാചകന്റെ മരണം കൊണ്ട് അങ്ങനെ എല്ലാവരുടെയും മരണത്തിന് പരിഹാരമാകുന്നത്? ആ ചോദ്യമൊക്കെ നല്ല ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിലുള്ളതായിരിക്കുന്ന കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ബൈബിള് പറയാത്ത രണ്ട് കാര്യങ്ങൾ ആളുകളൊക്കെ തെറ്റിച്ച് പറയാറുണ്ട്. വിശ്വാസികൾ, നല്ല വിശ്വാസികളും പറയാറുണ്ട്. ചില ആളുകൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയാറുണ്ട്. ദൈവം ഒരിക്കലും മരിച്ചില്ല. ദൈവത്തിന് മരിക്കാൻ കഴിയുകയില്ല. മരണമില്ലാത്തതാണല്ലോ ദൈവം. പിന്നെ എങ്ങനെ ദൈവം മരിക്കുന്നത്? വേറെ ചിലർ പറയും യേശു ക്രിസ്തു മനുഷ്യനായി തീർന്ന് നമുക്ക് വേണ്ടി മരിച്ചു. മരിച്ചത് മനുഷ്യനായ ക്രിസ്തുവാണെന്ന് പറയാറുണ്ട്. അപ്പോ ദൈവം മരിച്ചുവെന്നോ മനുഷ്യത്വം മരിച്ചുവെന്നോ ഒന്നും അല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ്. അപ്പൊ ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആരാണ്? യേശു ക്രിസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യൻ. അപ്പോ മനുഷ്യനായി തീർന്നവനാണ്. ദൈവം മനുഷ്യനായി തീർന്നവനാണ്. അപ്പൊ തന്റെ മനുഷ്യത്വവും തന്റെ ദൈവത്വവും തുല്യ പ്രാധാന്യമുള്ളതായിട്ടാണ് യേശു ക്രിസ്തു നിൽക്കുന്നത്. ഒന്നിന് വിധേയപ്പെട്ടാണ് എന്ന് തോന്നിയാൽ തന്നെയും, മനുഷ്യത്വം ദൈവത്വത്തിന് വിധേയപ്പെട്ടാണെന്ന് തോന്നിയാൽ തന്നെയും, മനുഷ്യത്വവും ദൈവത്വവും രണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ അത് യാതൊരു വിധമായ വ്യതിയാനങ്ങളും കൂടാതെ ഉണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് വേണ്ടി മരിച്ചു എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, പുതിയ നിയമത്തിൽ ദൈവം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് മിക്കവാറും പിതാവിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മിക്കവാറും ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം എന്ന വാക്ക് പുത്രൻ തമ്പുരാന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പല വേദഭാഗങ്ങളുണ്ട്. അപ്പോ ഈ തെറ്റായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, കർത്താവായ യേശു ക്രിസ്തു വെറും മനുഷ്യനാണെന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന് സകല മനുഷ്യരെ രക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന മൂല്യമില്ല എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. നിത്യനായ ദൈവം മനുഷ്യനായി മനുഷ്യത്വം എടുത്തുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ അവൻ ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമാണ്. തമ്മിൽ വിഭജിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധം, എന്നാൽ രണ്ടും കൂടെ കൂട്ടിക്കലർന്ന് മൂന്നാമതല്ലാത്ത ഒരു ബന്ധം. അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, തന്റെ ദൈവത്വവും മനുഷ്യത്വവും ചേർന്നിരിക്കുന്നത് എങ്ങനെയെന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ദൈവം എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്കത് വേർതിരിക്കാനായിട്ട് കഴിയുകയില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്ത് മൂന്നാമതൊന്നാക്കാനും കഴിയില്ല. യേശു ക്രിസ്തു ഒരേ സമയം തന്നെ ദൈവവും ഒരേ സമയം തന്നെ മനുഷ്യനുമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചപ്പോൾ തന്നെ ദൈവത്വം മരിച്ചെന്നോ, അല്ലെങ്കിൽ തന്നെ ദൈവത്വം മരിച്ചില്ല, മനുഷ്യനായ ക്രിസ്തുവാണ് മരിച്ചതെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നാണ്. യേശു എന്ന് പറയുന്നത് ജഡം ധരിച്ചു വന്നതായിരിക്കുന്ന ആ വ്യക്തിയുടെ കൊടുത്ത പേരാണ് യേശു. രക്ഷകൻ എന്ന അർത്ഥമാണ് അതിനുള്ളത്. കർത്താവ് എന്ന് പറയുന്നത് തന്റെ ദൈവത്വത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ലോർഡ്, തൻ കർത്താവാണ്, തൻ ദൈവമാണ്, സാക്ഷാൽ ദൈവം. ക്രിസ്തു എന്ന് പറയുന്നത് തന്റെ മശീഹാഷിപ്പിനെ കാണിക്കുന്നതാണ്.
പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന മെശീഹയാണ്. അപ്പൊ ഇത് മൂന്നും കൂടെ ചോദിച്ചതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. നമ്മളിതിനെ വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്ന കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ മരണത്തിൽ മനുഷ്യവർഗത്തിന്റെ സകല പാപത്തെയും പരിഹരിക്കുവാൻ മതിയായിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരിടത്തും ദൈവം മരിച്ചെന്ന് പറഞ്ഞിട്ടില്ല, ദൈവം നമുക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. ദൈവത്തിന് മരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ യേശു ക്രിസ്തു വെറും മനുഷ്യൻ മാത്രമാണ്, അങ്ങനെ ഒരു മനുഷ്യന്റെ മരണമാണ് ക്രിസ്തുവിന്റെ മരണമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പിന്നെയോ പറഞ്ഞിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ കുപിതനായ പിതാവിനെ പ്രീണിപ്പിക്കുവാൻ പുത്രൻ മരിക്കേണ്ടി വന്നു. പിതാവിന്റെ ക്രോധം ശമിക്കുമ്പോൾ പുത്രനെ ശമിപ്പിക്കുവാൻ യാഗമാക്കേണ്ടി വന്നു എന്നുള്ള സൂചനകളൊക്കെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം മനുഷ്യവർഗത്തോടുള്ള ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും ഫലമാണ്. യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചു, പുത്രനെ നൽകി എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ പുതിയ നിയമത്തിൽ ധാരാളമുണ്ട്. അയച്ചു, നൽകി എന്നുള്ളത്. എന്നാൽ ഇതിന് സമാന്തരമായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് സ്വമനസാലെ വന്നു എന്ന ആശയമുണ്ട്. അവനെ ആരും നിർബന്ധിച്ചയച്ചതല്ല, യേശു ക്രിസ്തു സ്വമനസാലെ വന്നതാണ്. അതുപോലെ പുത്രന്റെ മരണം പിതാവിന്റെ തീരുമാനപ്രകാരമായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു, പുത്രൻ തമ്പുരാൻ സ്വമനസാലെ തന്റെ ജീവൻ വെച്ച് തരികയാണ്. ഞാൻ എൻ്റെ ജീവനെ വെച്ചു തരുന്നു, വെച്ചു കൊടുക്കുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. വേറെ ആർക്കും ആ ജീവനെ ബലമായിട്ട് എടുക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. നിത്യാത്മാവിനാലാണ് ദൈവത്തിന് അവന് യാഗമായി തീർന്നത് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ സജീവമായിരിക്കുന്ന ഇൻവോൾവ്മെന്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന് സത്യം നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനം ദൈവസ്നേഹമാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി സാധിക്കുമായിരുന്നില്ല. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എത്ര വലിയൊരു വാക്യമാണ്. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ ഇത്ര കഠിനമായിരിക്കുന്ന ഒരു മാർഗം എന്തുകൊണ്ട് ദൈവം തന്റെ സ്നേഹത്തിന്റെ പ്രകടനമായി തിരഞ്ഞെടുത്തു എന്നൊക്കെ ആൾ ചോദിക്കാറുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ, പാപിയായ മനുഷ്യൻ രക്ഷിക്കണമെങ്കിൽ രക്തച്ചൊരിച്ചിൽ കൂടാതെ സാധിക്കില്ല. അത് ഏതെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് സാധിക്കുകയില്ല. ദൈവം തന്നെ മനുഷ്യനായി തീർന്ന് മനുഷ്യവർഗത്തിന്റെ മൊത്തം പ്രതിനിധിയായി പകരക്കാരനായി മരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം തെളിയിക്കുവാനായിട്ട് അങ്ങനെ ഒരു മരണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം അത് ചെയ്തു. അതാണ് നമ്മളുടെ സ്നേഹത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവത്തിന് തന്റെ പുത്രന്റെ മരണം ഒഴിവാക്കിക്കൊണ്ട് പാപിയായ മനുഷ്യൻ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ദൈവം ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി, പോരെ, ക്ഷമിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ദൈവത്തെ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. കാരണം അപ്പോൾ ദൈവം അനീതിയുള്ളവനാകും, പാപത്തെ വെറുക്കുന്നവനല്ലാതെ ആയിത്തീരും. ഇത്ര വലിയ മനുഷ്യ ദൈവത്തിന്റെ അസ്തിത്വത്തിനും ദൈവത്തിന്റെ അധികാരത്തിനും സ്വഭാവത്തിനും എതിരെ ചെയ്തതായിരിക്കുന്ന പാപത്തെ ദൈവം ഒരു വാക്കുകൊണ്ടങ്ങ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്ക് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള പ്രമാണം ദൈവം തന്നെ ലംഘിക്കുന്നതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെ, അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് തന്റെ പുത്രന്റെ മരണം ഒഴിവാക്കിക്കൊണ്ട് പാപിയായ മനുഷ്യൻ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, അത് ദൈവത്തിന്റെ കഴിവിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ദൈവത്തിന്റെ കഴിവിനെ ഒന്നുമല്ല. ദൈവത്തിന് അങ്ങനെ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ദൈവത്തിന്റെ പരിപാടി ആണ്, ദൈവത്തിന്റെ പ്രമാണം അങ്ങനെയാണ്. മനുഷ്യവർഗത്തെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പകരക്കാരനായിട്ട് പാപമില്ലാത്ത ഒരാൾ മരിക്കണം. സകല മനുഷ്യരുടെയും പ്രതിനിധിയായി വരുന്നവൻ ഒരു മനുഷ്യൻ വെറും മനുഷ്യൻ മാത്രമാകാൻ സാധ്യമല്ല. അത് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആർക്കും അതിന് യോഗ്യതയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ വന്നു എന്നുള്ളതാണ് സത്യം. അഗസ്റ്റിൻ, അക്വിനാസ് മുതലായവർ രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനം നൽകുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല എന്ന് തന്നെ പറയുന്നവരാണ്. എന്നാൽ അവരൊക്കെ അങ്ങനെ, അക്വിനാസ് കഴിയുമായിരുന്നു, പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല, ദൈവം അങ്ങനെ സ്വീകരിച്ചില്ല. അല്ല, അഗസ്റ്റിനും അങ്ങനെ ഉള്ള ചില വാക്കുകൾ പ്രസ്താവനകളൊക്കെ ചെയ്തിട്ടുണ്ട്. ദൈവം വിചാരിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിന് പാപച്ചൊരിച്ചിൽ കൂടാതെ വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്നൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളാണ് സെയിന്റ് അഗസ്റ്റിന്. എന്നാൽ പറഞ്ഞ എല്ലാം തന്നെ സത്യമല്ല. ദൈവത്തിന്റെ സർവശക്തിയെയും സർവാധികാരത്തെയും കൃപയെയും ഊന്നി പറയുന്നതിനാണ് അവരൊക്കെ അങ്ങനെ പറഞ്ഞത്. എന്നാൽ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ദൈവവചനം വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ കഴിയുമായിരുന്നു എന്ന് പറയുന്നത് എന്തൊരു പ്രസ്താവനയാണ്. ദൈവവചനം വ്യക്തമായി ദൈവം പറഞ്ഞു, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ദൈവത്തിന് കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വേണ്ടാത്തൊരു പ്രവൃത്തി ചെയ്തു എന്നാണ്? അത് ദൈവം പറഞ്ഞ പ്രസ്താവന ദൈവത്തിന് അബദ്ധം പറ്റിപ്പോയെന്നാണ്?
നമ്മള് രക്ഷയുടെ ഉപദേശത്തെ കുറിച്ച് എവിടെയെങ്കിലും അല്പമെങ്കിലും തെറ്റ് വരുത്തിയാൽ അത് വലിയ ഗൗരവമായ തെറ്റാണ്. ചെറിയൊരു തെറ്റായിട്ട് പിന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് വളരെ വലിയ തെറ്റാണ്. ഇവർക്കൊക്കെ സംഭവിച്ചത് അതാണ്. അപ്പോൾ ദൈവവചനം പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയെ എൻ്റെ മുഖവിലേക്ക് എടുക്കുക. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. വേറൊന്നിനും അങ്ങനെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയുകയില്ല. പാപത്തെ കഴുകിക്കളയാൻ കഴിയുന്ന കർത്താവിന്റെ രക്തത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. അപ്പം ദൈവത്തിന് ഭോഷ്ക്ക് പറയുവാൻ കഴിയില്ലെന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പം പാപച്ചൊരിച്ചിൽ കൂടാതെ രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ലെന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തിന് കള്ളം പറയാൻ കഴിയില്ല. ദൈവത്തിന് സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. വാക്കുമാറി പറയാൻ കഴിയില്ല. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ അതെ, പാപമില്ലാത്തതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം അതിൽ കുറഞ്ഞ ഒന്നും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ കാൽവരി മരണം വഴി നേടിയെടുത്ത രക്ഷ കാൽവരി മരണം കൂടാതെ സാധിക്കുമായിരുന്നു എന്ന് പറയുന്നത് അത് ദുരുപദേശമാണ്. അത് ഭയങ്കരമായിരിക്കുന്ന തെറ്റാണ്. അങ്ങനെ ഒരു ഭോഷ്ക്ക് തെറ്റായിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം എന്ന പുത്രന്റെ പ്രാർത്ഥന പാനപാത്രത്തിന് നീക്കം വരുത്തി മനുഷ്യരക്ഷ വരുത്തുവാൻ കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായും ദൈവം അനുവദിക്കുമായിരുന്നു. കാരണം പുത്രന് പുരാൻ അങ്ങനെയല്ലേ കരഞ്ഞു പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമെന്ന്. അപ്പൊ ഏതെങ്കിലും നിലയിൽ പുത്രൻ പുരാന്റെ മരണം കൂടാതെ രക്ഷ വരുത്തുവാൻ കഴിയുമായിരുന്നെങ്കിൽ പിതാവ് അത് ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് വഴിയില്ല. പുത്രൻ പുരാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, മരണം മാറ്റണമെന്നാണോ പ്രാർത്ഥിച്ചതെന്നൊക്കെ സംവാദമുണ്ട്. അതവിടെ കിടക്കട്ടെ. ഇനിയും താനെ ആ മരണം, എനിക്ക് പാപികൾക്ക് വേണ്ടിയുള്ള മരണം, പാപം ചെയ്യാത്ത എൻ്റെ മേൽ ലോകത്തിന്റെ മുഴുവൻ പാപവും കെട്ടിവെക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഈ പാനപാത്രം മാറ്റിത്തരണം എന്നാണോ പറഞ്ഞത്? അങ്ങനെ വല്ല വഴിയും ഉണ്ടായിരുന്നെങ്കിൽ പിതാവായ ദൈവം ചെയ്യാതെയിരിക്കും. അതുകൊണ്ട് എത്ര വലിയ വേദശാസ്ത്രി ആയാലും സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 100% തെറ്റാണ്. സാധിക്കുമായിരുന്നില്ല. കാരണം ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല എന്ന്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലി എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള ഏക ബലിയാണ്. അതുകൂടാതെ യാതൊരു മാർഗവുമില്ല. ദൈവം വിചാരിച്ചാലും സാധിക്കില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ എന്തോ ദൈവത്തിന് കുറവുണ്ട്, ദൈവത്തിന് എന്തോ കഴിവ് കുറവുണ്ട് എന്ന നിലയിൽ പറയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചാണ്. അല്ല, ദൈവം വിചാരിച്ചാലും കഴിയില്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് കള്ളം പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ബലഹീനതയാണ്. ദൈവത്തിന്റെ സർവ്വശക്തിയുടെ ബലഹീനതയാണ് തനിക്ക് കള്ളം പറയാൻ കഴിയില്ലെന്ന് പറയുന്നത്. ദൈവത്തിന് ഇല്ലാതെയാകാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കഴിവുകേടാണോ? ദൈവത്തിന്റെ കഴിവുകേടല്ല. ദൈവ സ്വഭാവത്തിൽ നിരക്കാത്തതായിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അസാധ്യമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവം പാപം ചെയ്യുക എന്നുള്ളത്. അതിലൊന്നാണ് പാപമോചനം, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപം മോചിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. സാധ്യമായ കാര്യങ്ങളാണ്. സാധ്യമായ കാര്യം സാധ്യമാണെന്ന് ചോദിച്ചാൽ അസാധ്യമായ കാര്യം അസാധ്യമാണ്. അതുകൊണ്ടാണല്ലോ എന്നെ അസാധ്യം എന്ന് പറയുന്നത്. വൃത്താകൃതിയിലുള്ളതായിരിക്കും ത്രികോണം വരയ്ക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. വൃത്തമാണെങ്കിൽ പിന്നെ ത്രികോണമില്ല, കോണങ്ങളില്ല. ത്രികോണമാണെങ്കിൽ വൃത്തമല്ല. അതുകൊണ്ട് ദൈവം വിചാരിച്ചാലും വൃത്താകൃതിയിലുള്ളതായിരിക്കും ത്രികോണം വരയ്ക്കാൻ ഒക്കുകയില്ല. ദൈവത്തിന് കഴിവുകേടല്ല. ആ കാര്യം അതിൽ തന്നെ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുക. ഇനിയും രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപം മോചിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല. അത് ദൈവത്തിന്റെ കഴിവുകേടല്ല, ദൈവത്തിന്റെ പ്രമാണത്തിന്റെ മഹത്വമാണ്. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലി മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലിയാണ് എന്നതായിരിക്കുന്ന വിലയേറിയ സത്യം നാം വളരെയധികം ഉറപ്പായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് സാധിക്കില്ല. ആര് പറഞ്ഞാലും സാധിക്കില്ല. ഇന്ന് ക്രൈസ്തവ കോളത്തിലുള്ള ഒരുപാട് സമുദായങ്ങള്, ഒരുപാട് വേദശാസ്ത്രികള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം അങ്ങനെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നില്ല, ഒരു മാതൃക കാണിക്കാനുള്ള മരണമായിരുന്നു, അല്ലെങ്കിൽ നമ്മോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി ഒന്ന് ഭരിച്ചു കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് വില കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്കങ്ങനെ വില കുറയ്ക്കാനായിട്ട് ഒക്കില്ല. ദൈവവചനം പറയുന്നത് പോലെ തന്നെ അത് പറയുകയല്ലാതെ വേറെ ഒന്നും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നാലാമതൊരു കാര്യം, അത് ഒരു പ്രായശ്ചിത്ത യാഗമാണ്, ഒരു കോപശമന യാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈസ് എ പ്രൊപ്പിഷ്യേറ്ററി സാക്രിഫൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രൊപ്പിഷ്യേറ്ററി സാക്രിഫൈസ് ഒരു കോപശമന യാഗമാണ്.
യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷയാഗത്തിന്റെ ഒരു പ്രധാന ഉദ്ദേശ്യം പാപിക്ക് നേരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ പാപിയായ മനുഷ്യന്റെ നേരെ ദൈവം കോപിച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം ദൈവത്തിന്റെ പാപത്തെ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ നിയമത്തിനും എതിരായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപം. ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവത്തിന്റെ ഹിതത്തിനുമൊക്കെ എതിരായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ്. അപ്പോ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതായിരിക്കുന്ന മനുഷ്യന്റെ നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. റോമാലേഖനം 1-18 വാക്യത്തിൽ അങ്ങനെയാണ്. മനുഷ്യരുടെ പാപത്തിനെതിരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ്. സത്യവേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങൾ ഈ ആശയമുള്ളതായിരിക്കുന്ന വാക്യങ്ങളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലെ ഈ പ്രൊപ്പിഷ്യേഷൻ എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് പ്രായശ്ചിത്തം, പ്രാപരിഹാരം എന്നീ വാക്കുകൾ കഴിയുകയില്ല. കോപിഷ്ഠനായ ദൈവത്തെ യാഗങ്ങളും ദാനങ്ങളും വഴി കോപശമനം വരുത്തി പ്രസാദിപ്പിക്കുക എന്ന ആശയമാണ് ഈ വാക്കിനുള്ള പ്രൊപ്പിഷ്യേഷന്. അതുകൊണ്ട് വേദശാസ്ത്രികള് കോപശമനം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോപശമനം. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ മനുഷ്യവർഗത്തിന് നേരെയുള്ളതായിരിക്കുന്ന കോപത്തെ ശമിപ്പിക്കുവാനുള്ള യാഗമായിട്ടാണ് ഇരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിലെ കിങ് ജെയിംസ് ബൈബിളില് ഇംഗ്ലീഷിൽ പ്രൊപ്പിഷ്യേഷൻ എന്നാണ്, എന്നാൽ പ്രായശ്ചിത്തമാണ് എന്നാണ് അതിനെ പരിഭാഷ ചെയ്തിട്ടുള്ളത്. എബ്രായ ഭാഷയിലെ കിപ്പർ എന്ന് ഗ്രീക്ക് ഭാഷയിലെ ഹിലാസ്കോമായി എന്നുമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കുകൾക്കൊക്കെ ഈ പ്രായശ്ചിത്തം എന്നതായിരിക്കുന്ന പരിഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റോമാലേഖനം 3-ലും യോഹന്നാൻ 2-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും ഒക്കെ പ്രായശ്ചിത്തം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെല്ലാം അന്തർലീനമായിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ദൈവക്രോധ ശമനം എന്ന ആശയമാണ്. ദൈവക്രോധ ശമനം. പക്ഷെ ഇക്കാലത്ത് ആ ആശയം അസ്വീകാര്യമായി തീർന്നിട്ടുണ്ട്. ദൈവം കോപിക്കുന്നു എന്ന ആശയം തന്നെ അസ്വീകാര്യമാണ്. കോപിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുറവുള്ളതായിരിക്കുന്ന കാര്യമാണ്. കോപിക്കുക എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ ജീർണതയാണ്, വ്യക്തിത്വത്തിന്റെ ഒരു ജീർണതയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം കോപിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ സ്വഭാവത്തിലും അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും ഒക്കെ ഏതോ ന്യൂനതയുള്ളവനാണ് എന്നൊരാശയം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആശയമില്ല. കോപിക്കുക എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ ന്യൂനതയല്ല. ആകൃതാത്രത്ത് കോപിക്കുന്നതാണ് സ്വഭാവത്തിന്റെ ന്യൂനത. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കുന്നതാണ് സ്വഭാവത്തിന്റെ ന്യൂനത. കോപിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കേണ്ട സമയത്ത് കോപിക്കേണ്ടതുപോലെ കോപിക്കാതിരിക്കുന്നത് ഒരു ന്യൂനതയാണ്. പാപത്തിന് നേരെ കോപിക്കേണ്ടത് പാപത്തിന് നേരെ കോപിക്കാതിരിച്ച് കാണിച്ചാൽ അതൊരു ന്യൂനതയാണ്. ദൈവത്തിന് അത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ദൈവം സമ്പൂർണനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ദൈവക്രോധം എന്ന ആശയം അസ്വീകാര്യമായ ഒരു ആശയമായിട്ട് ഇരിക്കുന്നില്ലെന്ന് ഞാൻ പറയും. കോപിഷ്ഠനായ ഒരു ദൈവവും യാഗങ്ങളാൽ കോപത്തിന് ശമനം വരുത്തേണ്ട ഒരു സ്ഥിതിവിശേഷവും അപരിഷ്കൃതമാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അതൊക്കെ വിജാതീയമായ ആശയമാണ്. അതൊക്കെ അപരിഷ്കൃതമായ ആശയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ട് ജീവിക്കുന്ന നമ്മളൊക്കെ വളരെ പുരോഗമനവാദികളല്ലേ. നമ്മുടെ ദൈവത്തെ അങ്ങനെ കോപിഷ്ഠനായ ഒരു ദൈവമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് തെറ്റല്ലേ? ബൈബിളിലെ ദൈവം സ്നേഹവാനല്ലേ? ദൈവക്രോധം എന്ന ആശയം തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിനാൽ കാൽവരി യാഗത്തെ ക്രോധശമനമെന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല. പാപപരിഹാരം എന്ന് പറഞ്ഞാൽ മതി. ഈ ക്രോധശമനം എന്നുള്ളതായിരിക്കുന്ന ആശയമൊക്കെ നാം അത് പൂർണ്ണമായിട്ട് വിട്ടുകളയണം എന്നാണ്. CH ഡോഡ് എന്ന് പറഞ്ഞതായിരിക്കും ഒരു വലിയ പണ്ഡിതനുണ്ട്, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ഈ ആശയത്തെ സ്ഥാപിക്കാനായിട്ട് വളരെ ശ്രമിച്ചതായിരിക്കുന്ന ഒരാളാണ്. പാപപരിഹാരം എന്ന് പറഞ്ഞാൽ മതി, ദൈവക്രോധം എന്നുള്ളതായിരിക്കുന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവം പാപത്തിനെതിരെ കോപിക്കുന്നു എന്ന ആശയം ബൈബിളിലെ ആശയമാണ്. പിന്നെന്ത് ചെയ്യും? ബൈബിൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ യവന പശ്ചാത്തലത്തിലുള്ള കിപ്പർ ഹിലാസ്കുമായി എന്ന ആ വാക്കിന് പ്രാചീനമായ കോപശമനമെന്ന ആശയം തന്നെയാണുള്ളത്. അതിനേക്കാൾ നവീനമായ ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത് ചേരുന്നതായിരിക്കുന്ന ആശയങ്ങളല്ല. അപ്പോൾ ഡോക്ടർ മോറിസ്, അതുപോലെ റോജർ നിക്കോൾ, വലിയ വലിയ പ്രശസ്തരായ വേദപണ്ഡിതന്മാരാണ്. അവരൊക്കെ പറയുന്നത് കോപശമനം എന്ന് പറയുന്നതായിരിക്കുന്ന ആശയം വളരെ ശരിയായിരിക്കുന്ന ആശയമാണ്. അതിനെ ആർക്കും നിഷേധിക്കാനായിട്ട് കഴിയില്ല എന്നാണ്. അതുകൊണ്ട് എബ്രായ എഴുത്തുകാരുടെ എഴുത്തുകളിലും അങ്ങനെയുണ്ട്. ഫൈലോയുടെ എഴുത്തുകളില്, അതുപോലെ ജോസീഫസ് എന്ന് പറഞ്ഞ ജൂയിഷ് എഴുത്തുകാരന്റെ
എഴുത്തുകളിലൊക്കെ ദൈവക്രോധം എന്ന ആശയമുണ്ട്. ദൈവാലയം ദൈവം നശിപ്പിച്ചു കളഞ്ഞത് ഇസ്രായേലിന്റെ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ കോപമാണ് എന്ന ആശയമൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിലും സദശിവാക്യങ്ങളും സംഖ്യാപുസ്തകത്തിലും ഒക്കെ ദൈവക്രോധത്തെ കുറിച്ച് പറഞ്ഞു. അതൊന്നും ഒരു പഴയ ആശയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ദൈവം പാപികളോട് കോപിക്കുന്നത് ശരിയാണ്. പാപം ചെയ്യുന്നതായിരിക്കും മനുഷ്യനോട് ദൈവം കോപിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. കോപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിലെ ഒരു ബലഹീനതയല്ല ഞാൻ പറഞ്ഞതുപോലെ. കാരണം തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയും തെറ്റായ ഒരു സന്ദർഭത്തിനൊന്നും ദൈവം കോപിക്കുന്നവനല്ല. അതുപോലെ ദൈവത്തിന്റെ കോപത്തിന്റെ സ്വഭാവവും രീതിയും തെറ്റായതല്ല, ഒക്കെ ആവശ്യമായി തന്നെയാണ്. കോപിക്കാത്ത ഒരു പിതാവിനെ കുറിച്ച് ചിന്തിക്കുക, മകൻ എന്ത് തെറ്റ് ചെയ്താലും കോപിക്കുകയും ആ മകനെ പറ്റി വല്ല പ്രത്യാശയുണ്ടോ, ആ പിതാവിനെ കുറിച്ച് വല്ല പ്രത്യാശയുണ്ടോ? മകന്റെ സ്വഭാവത്തെ നന്നാക്കണമെങ്കിൽ മകൻ ചെയ്യുന്നതായിരിക്കുന്നതായ കോപം മകനെ കാണിക്കണം. ഞാനത് അംഗീകരിക്കുന്നില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന സത്യം അവനെ ബോധ്യപ്പെടുത്താനായിട്ട് പിതാവിന്റെ കോപം കാണിച്ചെങ്കിലും പോകും. അല്ലാതെ പിതാവിന്റെ സ്നേഹം കാണിച്ചാൽ ഒക്കുകയില്ല. ഓക്കെ, കോപവും സ്നേഹവും ഒന്നും പരസ്പരം വിരുദ്ധമായിരിക്കുന്ന ആശയങ്ങളല്ല, പരപൂർവകങ്ങളായിരിക്കുന്ന ആശയങ്ങളാണ്. അത് അതിൻ്റെതായിരിക്കുന്ന സ്ഥാനം രണ്ടിനുമുണ്ട്. അതുകൊണ്ട് യേശു കാലുകളിലെ യാഗം ദൈവക്രോധത്തെ ശമിപ്പിക്കുവാനുള്ള യാഗമാണ് എന്ന് നാം പറയുന്നതിൽ യാതൊരു നിശ്ചയമില്ല. അത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ച്, പരിമരണത്തെക്കുറിച്ച് നാം സത്യസന്ധമായി അറിയേണ്ടത് വളരെ ആവശ്യം. ഒരുപാട് ദുരുപദേശങ്ങളുണ്ട്. കർത്താവിനെ ഒരു രക്തസാക്ഷിയായി മാത്രം കാണിക്കാനാണ് കാര്യം. അല്ലെങ്കിൽ അതൊരു ബോധമില്ലാത്ത മനുഷ്യന്റെ പ്രമായിട്ട് ഒരു മനുഷ്യനായിരിക്കും ദൈവമാണെന്ന് പറഞ്ഞ് നടത്തുന്ന അവസാനം എന്ന് പറയുന്നതായിരിക്കും ഒരു കാര്യം. എല്ലാം വികലമായ കാഴ്ചപ്പാട്. ദൈവ മനുഷ്യനായി ഭൂമിയിൽ വന്നു സ്വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാനായി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു കാലുകളിലേക്ക് ഭരിച്ചു എന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്നേഹിക്കുകയും കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരുടെ പറയുകയും ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെ ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കും.